വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്ത കുട്ടികൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അത് കണ്ടോളൂ കേട്ടോ. അതിനുശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, എന്താണ് മാതൃജ്യോതി? എന്താണ് മാതൃജ്യോതി? കാഴ്ച വൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. അതായത് കാഴ്ചയില്ലാത്ത അമ്മമാരുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് മാതൃജ്യോതി എന്ന പദ്ധതി തുടങ്ങിയേക്കണേ. ഈ പദ്ധതി പ്രകാരം 2000 രൂപ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ 2000 രൂപ പ്രതിമാസം ലഭിക്കുകയും ചെയ്യും. ഇത്തരം പദ്ധതിയിൽ ഉൾപ്പെടണമെങ്കിൽ അവരുടെ വരുമാന പരിധി, വാർഷിക വരുമാനം എത്രയാവണമെന്ന് അറിയാമോ? 1,00,000 രൂപ. 1,00,000 രൂപ വാർഷിക വരുമാന പരിധിയിലുള്ള കാഴ്ചയില്ലാത്ത അമ്മമാരുടെ പ്രസവശേഷം അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിമാസം 2000 രൂപ കൊടുക്കുന്ന കുട്ടികൾക്ക് 2 വയസ്സാകുന്നത് വരെ കൊടുക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി? അടുത്തതാണ് യത്നം എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഉണ്ടല്ലോ, അവരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ യത്നം എന്ന് പറയുന്ന പദ്ധതി. അതായത് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവര് PSC, UPSC, ബാങ്ക്, RRB, UGC, നെറ്റ്, കാറ്റ്, മാറ്റ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതിയുടെ പേരാണ് യത്നം എന്ന് പറയുന്ന പദ്ധതി. അങ്ങനെ വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികള് 6 മാസം വരെയുള്ള പരിശീലനമാണ് അവർ നേടുന്നതെങ്കിൽ അവർക്ക് 85,000 രൂപയും, ഇനി ചില പരീക്ഷകൾ ഇപ്പൊ UPSC എക്സാമുകള്, PSC, ബാങ്ക് സർവീസ്, RRB ഈ എക്സാമുകളൊക്കെ തന്നെ UGC, നെറ്റ്, മാറ്റ് ഏതായിക്കോട്ടെ, അത് 1 വർഷത്തിന്റെ പരിശീലനമാണ് അവർ നടത്തുന്നതെങ്കിൽ അതിന് 40,000 രൂപയും എന്തു കൊടുക്കും? ഒറ്റത്തവണയെ കൊടുക്കുള്ളൂ. അതായത് 6 മാസത്തേന് 8,500 രൂപയും 1 വർഷത്തിന് 40,000 രൂപയും പേയ്മെന്റ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ശ്രുതി തരംഗം എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര്. അതായത് നമ്മളൊരു കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവാണ്. അപ്പൊ ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഗവൺമെന്റ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയാണ്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ ഈ കുട്ടിക്ക് കേൾവിശക്തി ലഭിക്കും. അപ്പൊ കേൾവിശക്തി ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയാൽ ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനും സംസാരശേഷിയും ലഭ്യം. ആ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ അവർക്ക് എന്ത് കിട്ടും? സംസാരശേഷി തിരിച്ചു. അതായത് ഇത്രനാളും സംസാരിക്കാതിരുന്ന കുട്ടികളാണ്, പെട്ടെന്ന് അവർക്കത് അതിനുള്ള പ്രാക്ടീസ് അവർക്ക് കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്ന ആ പരിപാടിയുടെ പേരാണ് ശ്രുതി തരംഗം കേട്ടോ. ഈ പദ്ധതി പ്രകാരം വരുമാനം നിശ്ചയിച്ചിട്ടുണ്ട്. 2,00,000 രൂപയിൽ താഴെ വരുമാനമുള്ള ദരിദ്ര കുടുംബത്തിലെ അംഗങ്ങളുടെ കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക. ഇനി അടുത്തത്, അങ്ങനെ ഇവര് അതിൽ അംഗമാവുകയാണെങ്കിൽ 5,00,000 രൂപ വരെ ചെലവ് നടപ്പാക്കും ഈ പദ്ധതി. 5,00,000 രൂപ വരെ സർക്കാർ ഏറ്റെടുക്കും. അതുവരെ പൂർണ്ണമായിട്ട് ഈ പദ്ധതി പ്രകാരം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് അവർക്ക് 5,00,000 രൂപയുടെ സഹായം അവർക്ക് കിട്ടും. ഇനി സർക്കാർ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ വഴിയാണ് സാധാരണ രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അങ്ങനെ എംപാനൽ ചെയ്ത 11 ആശുപത്രികളാണ് ഉള്ളത്. ക്ലിയർ ആയില്ലോ? അടുത്തത് മന്ദഹാസം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദാരിദ്ര്യക്ക് താഴെയുള്ള അർഹരായിട്ടുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്തം വെച്ച് നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? മന്ദഹാസം എന്ന് പറഞ്ഞ കേട്ടോ. അടുത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണിത്? സർക്കാർ പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി. നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള പൊതുവായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്.
ദരിദ്രരും ദുർബലരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരികയാണെങ്കിൽ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായി കൊടുക്കുന്ന പദ്ധതിയാണ് ഏത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. KASP എന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KASP. ഇനി ഇത് 5 പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ച് കാരുണ്യ ആരോഗ്യ പദ്ധതിയുമായിട്ട് ഒരുമിച്ച് ചേർക്കാൻ സർക്കാർ തീരുമാനിച്ച 5 പദ്ധതികളുണ്ട്. ഒന്ന് RSBY പദ്ധതി, അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് RSBY പദ്ധതി. അടുത്തത് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മുതിർന്ന പൗരന്മാർക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ആയുഷ്മാൻ ഭാരത്. ഈ 5 പദ്ധതികളും കാരുണ്യ സുരക്ഷാ പദ്ധതിയുമായി ഒരുമിച്ച് ചേർക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ ഇത് താഴെ പറയുന്നവയിൽ KASP പദ്ധതിയുമായിട്ട് ഒരുമിച്ച് യോജിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച പദ്ധതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. ഒന്ന് ആയുഷ്മാൻ ഭാരതാണ്, അടുത്തത് കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ്, അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ഉള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അടുത്തത് സാധാരണ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അടുത്തത് RSBY സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരു സംയോജിത പദ്ധതിയാണ്. ഇതെല്ലാം കൂടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇനി നമ്മൾ അവസാനം പറഞ്ഞു ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞു. PMJAY എന്നാണ് അതിനെ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് അതിന് വിളിക്കുക. ഇതിന്റെ പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, PMJAY എന്ന് പറയണം കേട്ടോ. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് പൂർണ്ണമായും ധനസഹായം നൽകുന്നു. നമ്മൾ പറഞ്ഞ കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASPക്ക് പൂർണ്ണമായിട്ടും ധനസഹായം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. സർക്കാർ നിയന്ത്രണത്തിലാണ് ഈ പദ്ധതി. ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ എന്ന പരിഗണന ഇല്ലാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതായത് ഈ ക്ലെയിം പ്രകാരം മരുന്നുകള്, മറ്റ് അവശ്യ വസ്തുക്കള്, പരിശോധനകള്, അതായത് എന്തെങ്കിലും ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ECG അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടല്ലോ. കൂടാതെ ഡോക്ടറുടെ ഫീസ്, മുറിയുടെ വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജ്, ICU, ഭക്ഷണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള കാശ് അടക്കമാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 5 ലക്ഷം രൂപ കിട്ടുന്നത് കേട്ടാ. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? അതായത് ഗുണം പ്രധാനമായിട്ട് എന്താ? വിവിധ ചെലവുകൾക്കായി ഒരു എന്താ പറയാ കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്ക് വേണമെങ്കിൽ മുഴുവൻ വ്യക്തികൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ അങ്ങനെയും കിട്ടും. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പ്രായപരിധി ഇവിടെ നോക്കണില്ല, കുടുംബാംഗങ്ങളുടെ എണ്ണം നോക്കണില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാനദണ്ഡമായിട്ട് ഇവിടെ വെക്കണില്ല. അതാണ് കേരള ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട കേരള സർക്കാർ പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ KASPയുടെ പ്രത്യേകത. അടുത്തൊരു എന്താ പറയുന്നത് പദ്ധതിയുടെ പേര് കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നാണ്. അതായത് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ, ഹീമോഫീലിയ, കിഡ്നി രോഗങ്ങള്, ഹൃദ്രോഗങ്ങള്, അങ്ങനെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട വ്യക്തികൾക്ക് കേരള ലോട്ടറിയിലൂടെ ധനസമാഹരണം നടത്തി അവരെ സഹായിക്കുന്ന പരിപാടിയുടെ പേരാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ഇനി കുടുംബാംഗങ്ങളുടെ വാർഷിക വരുമാനം ഇവിടെ കൂടുതലാണ്, 3 ലക്ഷത്തിൽ താഴെ. കണ്ടോ, നേരത്തെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പറഞ്ഞത് 3 ലക്ഷത്തിൽ താഴെ വരുമാനം വേണമെന്നേ നിർബന്ധമുള്ളൂ. ഇനി ധനസഹായം നൽകുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പുമാണ്. അടുത്തത് ആരോഗ്യ കിരണം. എന്താ ആരോഗ്യ കിരണം? അതായത് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് സേവനങ്ങൾ ലഭ്യമാക്കാൻ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ആരോഗ്യ കിരണം. അപ്പൊ ഇവിടെ APL അല്ലെങ്കിൽ BPL അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അടുത്തത് താലോലം എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര്. എന്താ താലോലം? അതായത് ഹീമോഫീലിയ ബാധിച്ച കുട്ടികള്, സെറിബ്രൽ പാൾസി ബാധിച്ചവര്, അങ്ങനെ വിട്ടുമാറാത്ത രോഗം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. വാർഷിക വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിലെ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള, നാഡീരോഗ സംബന്ധമായിട്ടുള്ള, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അസ്ഥിവൈകല്യം ബാധിച്ച കുട്ടികൾ, അതുപോലെ തന്നെ ഇതിൽ പെടുത്തിയിട്ടുണ്ട് എൻഡോസൾഫാൻ ബാധിതരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ സഹായം എല്ലാം വഹിക്കുന്നതാണ് താലോലം പദ്ധതി. ഇവിടെയും APL അല്ലെങ്കിൽ BPL അങ്ങനെയുള്ള വ്യത്യാസമില്ല. ഇവരൊക്കെ താലോലം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് താലോലം പദ്ധതി നടപ്പാക്കുന്നത്. അപ്പൊ കേരള സർക്കാരിന്റെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് താലോലം പദ്ധതി നടപ്പാക്കണേ. അടുത്ത ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പദ്ധതിയുടെ പേര് സ്നേഹപൂർവം എന്നാണ്. ഇതും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ മരണപ്പെടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാതാവ് മരണപ്പെടാം, അല്ലെങ്കിൽ പിതാവ് മരണപ്പെടാം. ബാക്കിയുള്ള ആൾക്ക് കുട്ടിയെ, ചിലപ്പോൾ മാതാവ് മരിച്ചുവെങ്കിൽ പിതാവിന്, അല്ലെങ്കിൽ പിതാവ് മരിച്ചുവെങ്കിൽ മാതാവിന് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാണ്ട് വരികയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ബന്ധുഭവനങ്ങളിലൊക്കെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി ആ കുട്ടിയെ ഒരു മികച്ച നിലവാരത്തിൽ എത്തിക്കാൻ സഹായം നൽകുന്ന, പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനത്ത് HIV AIDS ബാധിതരായ കുട്ടികളെ കൂടി ഈ സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർക്കണം കേട്ടോ. അപ്പൊ അതാണ് സ്നേഹപൂർവം. അടുത്തത് നോക്കൂ. അടുത്ത പദ്ധതിയുടെ പേരൊക്കെ ഇങ്ങനെ സ്നേഹപൂർവം, സ്നേഹസാന്ത്വനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം എന്നാണ്. ഇതിന്റെ പ്രത്യേകത എൻഡോസൾഫാൻ മൂലം വൈകല്യം അനുഭവിച്ച അല്ലെങ്കിൽ സംഭവിച്ച കുട്ടികൾക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയുടെ പേരാണ് എന്താ? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം ബാധിച്ചവർക്ക്, കിടപ്പിലായവർക്കൊക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ആര് നൽകുന്നു? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്താ പറഞ്ഞത് നമ്മള്? സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് മൃതസഞ്ജീവിനി. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് മൃതസഞ്ജീവിനി. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാള് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവയവം ദാനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവയവങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അവയവം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ മിഷന്റെ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയിൽ അവയവം മാറ്റിവെച്ചവർക്ക് സഹായധനം നൽകുന്നത് സാമൂഹിക സുരക്ഷാ മിഷനാണ്. അപ്പൊ ധനസഹായം കിട്ടുക BPL വിഭാഗത്തിലുള്ളവർക്കാണ്. സ്ഥിരമായി ഡയാലിസിസ് ആവശ്യമുള്ളവർക്കും വൃക്ക, കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായവർക്കും ആണ് ധനസഹായം നൽകുന്നത്. കൃത്യമായല്ലോ. അപ്പൊ സംസ്ഥാനത്തില് ഈ അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ വേണ്ടി പല പ്രശ്നങ്ങളും അവയവദാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കേസുകളും പ്രശ്നങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് അവയവദാനങ്ങൾക്ക് എല്ലാം ആ പരിപാടികളെല്ലാം ഒരു കുടക്കീഴിലാക്കാനായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചേക്കാണ്. KSOTO എന്നാണ് സൊസൈറ്റിയുടെ പേര്. കേരള ഓർഗനൈസേഷൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരള ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. മൃതസഞ്ജീവിനി ഈ സൊസൈറ്റിയുടെ ഭാഗമാവുകയാണ്. ഇനി അടുത്തതാണ് ആർദ്രം. എന്താണ് ആർദ്രം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? സംസ്ഥാന ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളാക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതി എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ജനസൗഹൃദ ആശുപത്രികളാക്കുന്നത് വഴി നമുക്ക് പല ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇവരൊരു ലക്ഷ്യം വെച്ചേക്കാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുടെ വികസനം വേണം, സേവനങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂട്ടണം, രോഗി സൗഹൃദമായിട്ടുള്ള ഹോസ്പിറ്റലുകളാക്കി മാറ്റണം. ഇതൊക്കെയാണ് ലക്ഷ്യം. എന്താ ലക്ഷ്യം? സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക, സേവനം മെച്ചപ്പെടുത്തുക, കേരളത്തിലെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി
സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരെ നേടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ചു ഏത് പദ്ധതി? ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ധാരാളം ഫണ്ട് വേണ്ടി വരും. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആരുടെ നേതൃത്വത്തിലാ, അല്ലെങ്കിൽ അതിന് വരുന്ന ചെലവുകൾ ആരാണ് വഹിക്കുക എന്നറിയോ നിങ്ങൾക്ക്? കിഫ്ബി ആണ് വഹിക്കുക. ആരാണ്? കിഫ്ബി ആണ് കേട്ടോ. ഇനി ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് 2, 3 അങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തില്, രണ്ടാമത്തെ ഘട്ടത്തില് കുറേയധികം പദ്ധതികൾ, ഒരു 10ഓളം പദ്ധതികൾ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട 3 പദ്ധതികളിൽ ഒന്നാണ് വൺ ഹെൽത്ത്. എന്താണ് വൺ ഹെൽത്ത്? എന്താ വൺ ഹെൽത്തിന്റെ പ്രത്യേകത? അപ്പോ വൺ ഹെൽത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തുന്ന രോഗപ്രതിരോധ പദ്ധതിയുടെ പേരാണ് വൺ ഹെൽത്ത്. ഈ വൺ ഹെൽത്ത് പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ആര്? കേരളം. അതോർക്കുക. വൺ ഹെൽത്ത് കഴിഞ്ഞാൽ അടുത്തൊരു പദ്ധതിയുടെ പേരാണ് വാർഷിക ആരോഗ്യ പരിശോധന. ഇതെന്താ സംഭവം? അതായത് ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കുറേയധികം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട് ഇല്ലേ? അത് കണ്ടെത്തി ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ് വാർഷിക ആരോഗ്യ പരിശോധന. ഇനി 3ാമത്തെ പദ്ധതിയാണ് ക്യാൻസർ നിയന്ത്രണ പദ്ധതി. അതായത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് മുന്നേ കൂട്ടി കണ്ടെത്താനുള്ള ഒരു പരിപാടി, ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുമ്പോഴേക്കും കണ്ടെത്താനുള്ള പരിപാടിയാണ് ക്യാൻസർ നിയന്ത്രണ പദ്ധതി. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ആർദ്രം. അടുത്ത പദ്ധതിയുടെ പേര് സുകൃതം പദ്ധതി എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? സുകൃതം എന്നാണ് പദ്ധതിയുടെ പേര്. എന്താ സുകൃതം പദ്ധതിയുടെ പ്രത്യേകത? ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി. ക്യാൻസർ ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് സുകൃതം പദ്ധതി. അടുത്തത് ബാലമുകുളം. എന്താണ് ബാലമുകുളം? കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കേട്ടോ, അവരുടെ ദന്തരോഗങ്ങൾ കണ്ടെത്തുക, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക, പകർച്ചവ്യാധികളൊക്കെ കുറയ്ക്കുക, പ്രാഥമികമായിട്ടുള്ള കാഴ്ച, അതുപോലെ തന്നെ കേൾവി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുക, ബുദ്ധിശക്തി വിലയിരുത്തുക, അങ്ങനെ മൊത്തത്തിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭാരതീയ ചികിത്സാ വകുപ്പ്, അപ്പൊ നാഷണൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? ബാലമുകുളം. എന്താ പദ്ധതിയുടെ പേര്? ബാലമുകുളം. അടുത്തത് എന്താണ് ആയുർദളം? കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ പല കുട്ടികൾക്ക് അറിയുണ്ടാവും. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് എന്ത്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് ആയുർദളം. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പല പരീക്ഷകൾക്കും പദ്ധതികൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടുള്ള കുറേ പോയിന്റുകളും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ക്ലാസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഷോർട്ടായിട്ടല്ല, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ് നിങ്ങൾ സമാധാനപരമായിട്ട് കേട്ട് ക്ഷമയോട് കേട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.